ബ്രോ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതായത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ പ്രോഫിറ്റബിൾ ആയി. എന്താ പറയുക, ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി ക്ലാസ് കഴിഞ്ഞിട്ട്. അങ്ങനെ ഒരു മാസത്തോളം ട്രേഡ് ചെയ്തിട്ട് ഏകദേശം എൻ്റെ ക്യാപിറ്റലിൻ്റെ 30% ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സ്ട്രാറ്റജീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടില്ല, എവിടെ കേട്ടിട്ടുമില്ല. അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത, നമുക്കൊരു സ്ട്രെസ്സും ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. എന്താ പറയുക, പിന്നെ കിരൺ ബ്രോന്റെ സ്ട്രാറ്റജി ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടും വർക്കിംഗ് ആണ്. രണ്ടും എന്നെ പ്രോഫിറ്റബിൾ ആക്കി ഇപ്പോൾ. എന്താ സത്യം പറഞ്ഞാല് ഇപ്പൊ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നേരിട്ട് കണ്ട് താങ്ക്സ് പറയണമെന്നുണ്ട് ബ്രോ. സത്യം പറഞ്ഞാല് ഞാനിപ്പോ നാട്ടിലില്ല. നെക്സ്റ്റ് ടൈം നാട്ടിൽ വരുമ്പോൾ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട്. അതായത് 2 വർഷത്തോളം ലോസ് മാത്രം കണ്ട ഒരാളാണ്. പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കിന്, പക്ഷെ മന്ത് ഒക്കെ ആകുമ്പോഴേക്കും എൻ്റെ അക്കൗണ്ട് ഭൂരിഭാഗവും വാഷ് ഔട്ട് ആലാണ് പതിവ്. അവിടുന്ന് അതിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ പഠിച്ച് പിന്നെ ബ്രോന്റെ കോഴ്സും എടുത്തപ്പോൾ ബ്രോന്റെ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത് ഞാൻ 2 വർഷത്തോളം ലോസ് ആയി പഠിച്ച കാര്യങ്ങളോടെയും കൂട്ടിച്ചേർത്തപ്പോൾ ഞാൻ പ്രോഫിറ്റബിൾ ആയി. സത്യം പറഞ്ഞ ബ്രോന്റെ സ്ട്രാറ്റജി അതിനെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആകെ കുറവുണ്ടായിരുന്നത് അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു. കാരണം എനിക്ക് തോന്നുന്ന എല്ലാം വെച്ച് ട്രേഡ് ചെയ്യും. ഓർഡർ ബ്ലോക്കും എല്ലാ ലിക്വിഡിറ്റിയും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും എല്ലാം വെച്ച് ട്രേഡ് ചെയ്തു. പക്ഷെ ഒന്നിനും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നില്ല. അതായത് എല്ലാം ഓരോ ചാർട്ടിൽ ഞാൻ ഓരോന്ന് കാണുന്നത് വെച്ച് ട്രേഡ് ചെയ്ത്. ഇപ്പൊ ബ്രോ ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ വേറൊന്നും നോക്കാറില്ല. ബ്രോ പഠിപ്പിച്ചിരുന്ന സെയിം സാധനം ഞാൻ എവിടെയൊക്കെയാണോ കീ ലെവൽസ് മാർക്ക് ചെയ്യും, അത് വെച്ച് മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സിമ്പിൾ ആണ്, വേറൊന്നും കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ അത്രയും എന്നെ ഹെൽപ്പ് ചെയ്തിന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രോഫിറ്റബിൾ ആയി. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്.